ഇവിടെ അവീലോ തീരെ ഇഷ്ടമില്ല, നല്ല ചീത്ത ഇട്ടിട്ട് കുത്തിരിക്കാണ് അപ്പൊ നമ്മള് ഇന്നത്തെ കുപ്പായൊക്കെ കീറിക്കാൻ ബാബിന്റെ തട്ടം കുറച്ച് മുന്നോട്ടേക്ക് ഇട്. അപ്പൊ ഐസോ ഇതൊന്നും പറഞ്ഞു തീർക്കട്ടെ, തിന്നുക തിരക്കിലാണ്, അതാണ്. അതായത് വണ്ടിയിൽ കുറച്ച് ചാമ്പൊക്കെ ഉണ്ട് ഗൈസ്, ആ ചാമ്പൊക്കെ തിന്നണം. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മള് എന്താ അതായത് കാറ് മാറ്റണം. ഈ കാറിൽ എല്ലാരും കൂടി കൊള്ളുന്നില്ല ഗൈസ്. നമുക്ക് ഇന്നോവ കാർ എടുക്കാൻ പോവാണ് ഇൻഷാല്ലാ. വരുന്ന മാസം പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഇന്നോവ കാർ എടുക്കും. സത്യം, കാരണം ഞങ്ങള് ചെറിയ കാറാണ്. കാർ എടുക്കുമ്പോ ഞങ്ങൾ വിചാരിച്ചില്ല കാറിൽ എത്രത്തോനെ ഫുൾ ആൾക്കാര് വരുന്നു. പക്ഷെ നമ്മള് ഫസ്റ്റിലൊന്ന് ചെറിയ കാർ എടുത്തു നോക്കിയാണെങ്കിൽ ഞങ്ങൾ വലിയ കാർ എടുക്കാൻ പോകും ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി കാണുന്നില്ല. ബിരിയാണി അമ്മന്റെ മറവില് കുത്തിയിരിക്കുക, ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ അപ്പൊ കാറിൽ ആരൊക്കെ നിലവിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അമ്മായി ഉണ്ട്, ചെറിയ പോട്ടർ കണികണി ഉണ്ട്, ഇമ്മ ഉണ്ട്, ഐസും ഉണ്ട്, എല്ലാരും ഉണ്ട്, തൊണ്ടുണ്ട്, ഐസുണ്ട്, സിൽക്കുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മളിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 2 ദിവസമായിട്ട് ഭയങ്കര ഉദ്ഘാടനത്തിന്റെ ഒരു സീസണാണ്. അതായത് ഇപ്പൊ ഹണി റോസിന്റെ സീസണൊക്കെ മാറി. അപ്പൊ ചെറിയ ഹണി റോസ്, ഫർസാന, ആഷി മിണ്ടല്ലടാ മിണ്ടല്ല വീരാനെ മിണ്ടല്ല. ബാബിന്റെ തട്ടം കുറച്ച് മുന്നോട്ടേക്ക് ഇട്. അപ്പൊ ഐസോ ഇതൊന്നും പറഞ്ഞു തീർക്കട്ടെ, തിന്നുക തിരക്കിലാണ്, അതാണ്. അതായത് വണ്ടിയിൽ കുറച്ച് ചാമ്പൊക്കെ ഉണ്ട് ഗൈസ്, ആ ചാമ്പൊക്കെ തിന്നുന്ന തിരക്കിലാണ്. അപ്പൊ നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോള് മലപ്പുറത്തേക്ക്, അതായത് പുതിയ ഷോറൂം തുറന്നിട്ടുണ്ട്. അപ്പൊ രാവിലെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരമാണ് ഇപ്പൊ നമ്മള് പോകുന്നത്. ഇനാഗുറേഷനിൽ നമുക്ക് പോകാൻ കഴിഞ്ഞില്ല, പണിയൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് തിരക്കായി പോയി. അപ്പൊ നമ്മള് വൈകുന്നേരം അതായത് ഗാനമേളയും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഫർസോന്റെ സ്പെഷ്യൽ സോങ് ഒക്കെ ഉണ്ട്. അവിടെ ഫ്ലെക്സ് ഒക്കെ അടിച്ചിട്ടുണ്ട്. പ്രശസ്ത ഗായകി ഫർസാന ആശി നയിക്കുന്ന ഇശൽ നൈറ്റ്. അപ്പൊ നമ്മളങ്ങനെ ഗാനമേളക്ക് വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. 5:30 മണിയായി. 6:30 മണിക്ക് 3 മണിക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തുത്തിരിക്കുന്നുണ്ട്. ആശികാന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് 5 മണിക്കാണ് വന്നത്. അതപ്പോ നമ്മളിനി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അല്ലേ? ഇപ്പൊ ബാക്കിൽ തന്നെ ഹലോ അറി എല്ലാരും ഹലോ. അപ്പൊ നമ്മളിനി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങള് അവിടെ നമ്മള് പെട്ടെന്ന് ഉറങ്ങാണ് അല്ലേ? ഇത് കണ്ടോ ഗൈസ്, കണ്ടോ AC കണ്ടോ? കാറിൽ AC ഇടാണ്ട് ഈ ACന്റെ നടുവില് കുത്തിയിരിക്കുന്ന ചെങ്ങായി. ഈ കാറിലൊന്നും AC ഇടാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് തണുപ്പ് അല്ലേ? ഇവിടെ നിങ്ങൾക്ക് AC കൊണ്ടാ. ഇതിന് കൂളിംഗ് ഇല്ല? നല്ല കൂളിംഗ് ഉണ്ടല്ലോ. കുറവാണ്. അപ്പൊ ചെറിയ തോതിലുള്ള AC ഒക്കെ കൊള്ളാം തന്നെ. അതപ്പോ നമ്മളെ ജീവ നല്ല ഉറക്കത്തിലാട്ട്. ജീവനെന്ന് ജൂത്താത്ത കൊല്ലാക്കൊല്ല ചെയ്തിടും. എന്താക്കി കുട്ടീനെ ഞാൻ നോളൊന്നും ചെയ്തില്ല. ഇന്ന് കുട്ടീനെ വായയില് മൂടിയൊക്കെ ഇട്ടിട്ട് കുട്ടി പാവം വായൊക്കെ മുറിഞ്ഞെടുക്കുകയാണ്. ഇപ്പൊ കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ തന്നെയാണ്. ഇമ്മയുടെ അടുത്ത് നല്ല ചീത്ത ഇട്ടിട്ട് കുത്തിരിക്കുകയാണ് ജൂത്താത്ത. അതപ്പോ നമ്മള് ഇന്നത്തെ കുപ്പായൊക്കെ കീറിക്കാനതാ. നല്ലോണം കുപ്പായത്തിനെ കൂടെ കളിച്ചതേ. അതാ അവിടെ ഫുള്ള് കളിയാണ്. ഐസൂനെ പിടിച്ചാ കിട്ടുന്നില്ല.
ജൂത്താതെ കഴിഞ്ഞക്കാട്ടി വലിയ പേടി മക്കള് വിഗോന്ന് പേടിച്ചിട്ട് ഇല്ല ഓനവിടെ കളിക്കാനുണ്ട്. അപ്പൊ നമ്മളിവിടെ വന്നിട്ടേ ഉള്ളു. ഇനി ഇവിടെ എത്തിയിട്ട് ഇവിടെ എല്ലാം ഞങ്ങള് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഗായ്സ് നമ്മളിതാ അലാസ് ബോട്ടിക്കിൻ്റെ പുറത്തായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ടില്ല, അങ്ങനെ ലൈറ്റും കാര്യങ്ങളും അടുത്ത ഗാനമേളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഗാനമേള കൂടുതൽ ആസ്വദിക്കാൻ നമുക്ക് പറ്റിയില്ല. നമ്മൾ അലാസ് ബോട്ടിക്ക് തന്നെയുടെ ഉള്ളിൽ തിരിക്കാനും, കാരണം മക്കളൊന്നും സമ്മതിച്ചു, മക്കളൊക്കെ വേറെ എന്തൊക്കെ ഒരു കളിയിലേനും. അപ്പോൾ നമ്മളിതാ ഉള്ളിൽ കയറി. അപ്പം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഷോപ്പായിട്ട് അലാസ് ബോട്ടിക്കിൻ്റെ പുതിയ ഭാഗം വന്നത്. അപ്പോൾ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താഴത്തെ നിലയിൽ എനിക്ക് തോന്നുന്നു ചുരിദാർ, പിന്നെ പാർട്ടി വെയർ ആയിട്ടുള്ള ഗൗണും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ പോയപ്പം അവിടെ കണ്ടത് കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക അബായസും അതേപോലെ ഗൗണ്, പാർട്ടി വെയർ ആയിട്ടുള്ള ഗൗണ്, പിന്നെ സാരീസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെ സെറ്റപ്പും കാര്യങ്ങളും ഇൻറ്റീരിയലൊക്കെ അടിപൊളിയായിരുന്നുണ്ട്. നല്ല പറയാൻ പറ്റില്ല, അത്രയും നല്ല രസമുണ്ട് ഇനി കാണാനൊക്കെ. ഗൗണൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഗൗണൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ തീരെ ഇഷ്ടമില്ല. പിന്നെ നമുക്ക് മക്കൾ കളിക്കാനുള്ള ചെറിയ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ തന്നെയാണ് വെസ്റ്റേൺ ടോപ്പും ഗൗണും പിന്നെ പാൻറ്റ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് കളിക്കാനുള്ള ചെറിയൊരു പ്ലേ ഗ്രൗണ്ടും കൂടി വലിയൊരു സെറ്റ് ചെയ്താൽ നല്ലൊരു കാര്യം കേട്ടോ. നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ മക്കളൊക്കെ ഒന്ന് അവിടെ കളിക്കാൻ ഏൽപ്പിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് എടുത്ത് നടക്കാമല്ലോ. പിന്നെ നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഡ്രസ്സാണ്, നല്ല അടിപൊളി ഡ്രസ്സാട്ടോ. പിന്നെ നമ്മൾ സബ്സ്ക്രൈബറൊക്കെ ഉണ്ട്, ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. എന്നപ്പോൾ നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. പിന്നെ നമുക്ക് കൂടുതലായിട്ട് അവിടെ ഇരിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് പോകുന്നു. അത് കാരണം മക്കൾ ഒരുവിധം കരച്ചിലൊക്കെ ആയി. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നല്ലോണം കണ്ട്, പക്ഷെ പാട്ടൊന്നും അധികം ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.